നമസ്കാരം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിച്ച മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ പുതിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിലേക്ക് വഴി തുറക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ച ഹെലികോപ്റ്റർ പുതിയ സംശയങ്ങളുടെ നിഴലിലാണ്. കേരള പോലീസ് പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകി നിർത്തിയിട്ടിരിക്കുന്ന അതേ ഹെലികോപ്റ്റർ തന്നെയല്ലേ സിനിമയിലെ രംഗങ്ങൾക്കായി ഉപയോഗിച്ചത് എന്ന കടുത്ത സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സ്വകാര്യ കമ്പനിയായ ചിപ്സൺ ഏവിയേഷനിൽ നിന്നും പോലീസ് ആവശ്യങ്ങൾക്കായി മാത്രം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററും സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന ഹെലികോപ്റ്ററും തമ്മിൽ അസാധാരണമായ സാദൃശ്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇക്കാര്യം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓഫീസിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. പ്രതിമാസം ലക്ഷങ്ങൾ പൊതുഖജനാവിൽ നിന്നൊഴുക്കി വാടകയ്ക്കെടുത്തിരിക്കുന്ന സർക്കാർ കോപ്റ്റർ ഒരു സ്വകാര്യ സിനിമാ ചിത്രീകരണത്തിന് ലഭ്യമായോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. നിയമപ്രകാരം പോലീസ് ആവശ്യങ്ങൾക്കും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കും മാത്രമേ ഈ ഹെലികോപ്റ്റർ കരാർ പ്രകാരം ഉപയോഗിക്കാൻ പാടുള്ളൂ. മറിച്ചുള്ള വല്ല ഉപയോഗവും സിനിമാ നിർമ്മാതാക്കൾക്കായി ഇവിടെ നടന്നിട്ടുണ്ടോ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇനി അടിയന്തരമായി പരിശോധിക്കുക. ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചിത്രങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഈ സംശയ ദുരിത അന്വേഷണം. തലസ്ഥാന നഗരിയിൽ കൃത്യമായ പാർക്കിംഗ് സ്ഥലമില്ലാത്തതിനാൽ മധ്യ കേരളത്തിലെ ഒരു സ്വകാര്യ താവളത്തിലാണ് നിലവിൽ ഈ ഹെലികോപ്റ്റർ ഒതുക്കിയിട്ടിരിക്കുന്നത്. ഒരു മാസം നിശ്ചിത മണിക്കൂറുകൾ പറക്കുന്നതിനാണ് ചിപ്സൺ ഏവിയേഷന് 80 ലക്ഷം രൂപ സർക്കാർ ഉറപ്പായി നൽകുന്നത്. പറന്നാലും ഇല്ലെങ്കിലും ഈ ഭീമമായ തുക നൽകേണ്ടി വരുന്നതിനാൽ മുൻപ് പ്രതിപക്ഷത്തിരിക്കെ കോൺഗ്രസ് ഇതിനെ കടുത്ത ആകാശദൂരത്തെന്ന് വിളിച്ച് വലിയ തോതിൽ രാഷ്ട്രീയമായി വിമർശിച്ചിരുന്നു. ഈ കോപ്റ്റർ പോലീസ് മാത്രം അപൂർവമായി മാത്രം ഉപയോഗിച്ചിരുന്ന സാഹചര്യത്തിലാണ് സിനിമാ സെറ്റിലേക്ക് ഇത് പറന്നോ എന്ന സംശയം ശക്തമാകുന്നത്. ജയസൂര്യയുടെ പുതിയ ചിത്രത്തിലും സമാന ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം നിലവിലുള്ള ഹെലികോപ്റ്ററിന്റെ കരാർ കാലാവധി വരുന്ന ഓഗസ്റ്റിൽ അവസാനിക്കാനിരിക്കെ ഇത് ഇനിയും തുടരണമെന്ന സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, മാവോയിസ്റ്റ് വേട്ട, അടിയന്തര VIP യാത്രകൾ എന്നിവയ്ക്കായി LDF സർക്കാരിന്റെ കാലത്താണ് ഈ ഹെലികോപ്റ്റർ വാടകയെടുത്തത്. ഈ കരാർ പുതുക്കേണ്ടതില്ലെന്ന ആലോചനയിൽ പുതിയ UDF സർക്കാർ ഇരിക്കെയാണ് സിനിമയിലെ ഹെലികോപ്റ്റർ സാന്നിധ്യം പുതിയൊരു സാധ്യതയായി മുന്നിലെത്തുന്നത്. സിനിമയ്ക്ക് ഇത് വെറുതെ വിട്ടുകൊടുത്തോ എന്നതിൽ വിശദീകരണം ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നും തേടും. മാസം 20 മുതൽ 25 മണിക്കൂർ വരെ പറക്കുന്നതിനാണ് 80 ലക്ഷം രൂപ ഹെലികോപ്റ്ററിന് വാടക നിശ്ചയിച്ചിരിക്കുന്നത്. പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ UDF രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. ഖജനാവിലെ കോടികൾ വിഴുങ്ങുന്ന ഇത്തരം ആഡംബര കരാറുകൾ സംസ്ഥാനത്തിന് ബാധ്യതയാണെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. എന്നാൽ മാവോവാദി നിരീക്ഷണം, ആരോഗ്യ രക്ഷാപ്രവർത്തനം, അടിയന്തര ഘട്ടങ്ങളിൽ വിശിഷ്ട വ്യക്തികളുടെ യാത്ര എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിപ്സൺ ഏവിയേഷനിൽ നിന്നും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഈ കരാറിന്റെ ഏറ്റവും വലിയ ശാപം ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത പണം നൽകണമെന്നതാണ്. മുൻപ് മാവോവാദി നിരീക്ഷണത്തിനും മറ്റുമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്ന ഫണ്ടിൽ നിന്നാണ് ഹെലികോപ്റ്ററിന് വാടക നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ കേന്ദ്ര ഫണ്ട് 75% കുറച്ചിട്ടുണ്ട്. അതിനാൽ കരാർ തുടരുകയാണെങ്കിൽ ഭീമമായ വാടക പണം പൂർണ്ണമായി സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തേണ്ടി വരും. അവയവദാനവുമായി ബന്ധപ്പെട്ട് 7 പ്രാവശ്യം ഈ ഹെലികോപ്റ്റർ സംസ്ഥാനത്ത് ഉപയോഗിച്ചിരുന്നത് മാത്രമാണ് പൊതുജനത്തിന് പ്രയോജനകരമായ ഏക കാര്യം. മാവോയിസ്റ്റ് നിരീക്ഷണത്തിന് എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നതുൾപ്പെടെ പറഞ്ഞതിൻ്റെ കൃത്യമായ കണക്കുകൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഹെലികോപ്റ്റർ ദൂർത്താണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അത് വാടകയ്ക്കെടുത്തതിനെതിരെ പ്രതിപക്ഷത്തായിരുന്ന UDF രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതിനേക്കാൾ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ മോശമാണെന്നാണ് UDF സർക്കാർ തയ്യാറാക്കിയ ധവളപത്രം സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ വാടക കരാർ പുതുക്കുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് വി.ഡി. സതീശൻ സർക്കാർ. ഇതിനിടയിലാണ് സിനിമാ ചിത്രീകരണത്തിന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള കടുത്ത ആക്ഷേപം ഉയരുന്നത്.